നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പന്ത്രണ്ടാം സമ്മേളനത്തിൻ്റെ 2ാം ദിവസമായ ഇന്ന് സഭ ശബ്ദമുഖരിതമായിരുന്നു. ബഹളം മൂലം സഭ ഇന്ന് നേരത്തെ പിരിഞ്ഞു. നക്ഷത്രചിഹ്നമിട്ട ചോദ്യങ്ങളുടെ നോട്ടീസ് നക്ഷത്രചിഹ്നമിടാത്തതായി പരിഗണിച്ചത് സംബന്ധിച്ചുള്ള പരാതിക്ക് സ്പീക്കർ സഭയിൽ റൂളിംഗ് നൽകി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും ആണെന്നത് വസ്തുത പരിഗണിച്ചാണ് അവ അൺസ്റ്റാർഡ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ മനഃപൂർവ്വമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ദ സ്പീക്കർ ഹാസ് ഡിസ്ക്രിഷണറി പവർ conferred by the rules and inherent in him to admit or disallow question without any reason being assigned by which no one can question. പേജ് 504 ആണ്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രണം, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ 523 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഗവൺമെന്റിന് ലഭിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും സഭയിൽ വയ്ക്കുന്നതിൽ ഒരു മടിയും ഈ ഗവൺമെന്റിന് ഇല്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടായി. അത് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പുറത്തുവന്ന വ്യാജ വാർത്തകൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടിയുള്ളതായിരുന്നു. തെറ്റായ വാർത്തയെന്ന് തിരിച്ചറിഞ്ഞ് ചില മാധ്യമങ്ങൾ അത് തിരുത്തുവാൻ തയ്യാറായി. ഇത്തരം വിവാദങ്ങൾ വഴി ദുരന്തത്തിനിരയായ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ദ്രോഹിക്കപ്പെട്ടത്. പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്തുന്നതിൽ സപ്ലൈകോ നിർണായക പങ്ക് വഹിക്കുന്നതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ നിയമസഭയെ അറിയിച്ചു. പൊതുവിപണിയിൽ നിന്നും 13 ഇനങ്ങൾ 25% വരെ വില കുറച്ച് നൽകുന്നതായും മന്ത്രി അറിയിച്ചു. സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ നടത്തുന്ന ശക്തമായ വിപണി ഇടപെടലിലൂടെ പൊതുവിപണിയിലെ വിലക്കയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിദാരിദ്ര്യത്തിലുള്ള കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് 56% അതിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ആ മൈക്രോ പ്ലാന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിദാരിദ്ര്യത്തിന് കാരണമായ ഘടകം എന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് കണ്ടെത്തി, ആ ഘടകങ്ങളെ അഭിസംബോധന ചെയ്യാനും പരിഹരിക്കാനും ഉതകുന്ന തരത്തിലുള്ള പ്രത്യേകം മൈക്രോ പ്ലാനുകൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്തരിച്ച 2 മുൻ അംഗങ്ങൾക്കും 2 നേതാക്കൾക്കും സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചു. മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി 2024 ഓഗസ്റ്റ് 11-നും മുൻ ലോക്സഭാ അംഗം MM ലോറൻസ് 2024 സെപ്റ്റംബർ 21-നും മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ 2024 സെപ്റ്റംബർ 26-നും CPIM ജനറൽ സെക്രട്ടറി മുൻ രാജ്യസഭാംഗവുമായ സീതാറാം യെച്ചൂരി 2024 സെപ്റ്റംബർ 12-നും അന്തരിച്ചു. അന്തരിച്ചവരുടെ ആദരസൂചകമായി നമുക്കൊരല്പസമയം എഴുന്നേറ്റ് മൗനമാചരിക്കാം. 12ാം സമ്മേളനത്തിലേക്കുള്ള ചെയർപേഴ്സൺമാരുടെ പാനൽ സ്പീക്കർ ഇന്ന് നാമനിർദ്ദേശം ചെയ്തു. ചെയർപേഴ്സൺമാരുടെ പാനൽ സർവശ്രീ TI മധുസൂദനൻ, ശ്രീ K വിജയൻ, ശ്രീ UA ലത്തീഫ് എന്നിവരെ 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളന കാലത്തെ ചെയർപേഴ്സൺമാരുടെ പാനലിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടിലൂടെയും പണം എത്തുന്നതായും ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നൽകി. മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കടത്തിലൂടെയും ഹവാല ഇടപാടുകളിലൂടെയും
പണമെത്തുന്നതായി ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണമെന്ന് ഉപക്ഷേപം പരിഗണക്കെടുക്കണം എന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ്, KPA മജീദ്, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബോധപൂർവം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്ത് കളയാം. ഉച്ചയ്ക്ക് 12 മണിക്കാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. സ്വകാര്യ കമ്പനിയിലെ അമിത ജോലിഭാരം മൂലം മലയാളി യുവതി അന്ന സെബാസ്റ്റ്യൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ട് ശ്രീ PP ചിത്തരഞ്ജൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഒരു സബ്മിഷനാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. ബാക്കിയുള്ള 8 സബ്മിഷനുകൾക്കുള്ള മറുപടി അതാത് മന്ത്രിമാർ മേശപ്പുറത്ത് വച്ചു. നൂറുകണക്കിന് മനുഷ്യന് ഉപജീവന മാർഗമായി കോറി എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആൻസർ ടേബിൾ ചെയ്താൽ മതി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ടേബിൾ ചെയ്താൽ മതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റിപ്പോർട്ട് സഭ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. 2024 ഒക്ടോബർ 9 ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും 2024 ഒക്ടോബർ 15 ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്തിട്ടുള്ള 22 ശമ്പളവും ഭത്തകളും നൽകിയ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് അംഗീകരിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭേദഗതി ബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചു. ബിൽ ചർച്ച കൂടാതെ സഭ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയച്ചു. 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുടെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനക്കെടുക്കണം എന്ന പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ്. 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു. അടിയന്തര പ്രമേയം ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ബഹളം മൂലം മറ്റു നടപടികൾ നേരത്തെ പൂർത്തിയാക്കി സഭ ഇന്ന് രാവിലെ 10:39 പിരിഞ്ഞു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.